സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. സമുദ്രത്തിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് സംരക്ഷണം നൽകാനുമാണ് എല്ലാ വർഷവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. എന്നാൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധന കാലത്ത് മത്സ്യബന്ധനം നടത്താം. കടലിലെ മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനുമായാണ് സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾക്കുമാണ് ഈ കാലയളവിൽ കടലിൽ പോകുന്നതിന് വിലക്കുള്ളത്. ട്രോളിംഗ് വഴി കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥകൾക്ക് നാശമുണ്ടാകുന്നതും ചെറുമീനുകൾ ഉൾപ്പെടെ വലിയ തോതിൽ മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നതും മത്സ്യസമ്പത്തിന് തിരിച്ചടിയാകുന്നുവെന്നാണ് വിലയിരുത്തൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് നിബന്ധനകൾക്ക് വിധേയമായി മത്സ്യബന്ധനത്തിന് അനുമതി. ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഫിഷിംഗ് ബാനാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിൽ മാത്രം അത് 3500ഓളം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ മത്സ്യസമ്പത്തൊന്നും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് നമ്മളെ മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്ന നമ്മൾ ഇന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അനധികൃത മത്സ്യബന്ധനം തടയാനും സുരക്ഷ ഉറപ്പാക്കാനും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണവും കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. അതേസമയം ട്രോളിംഗ് നിരോധനം മൂലം ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും വരുമാന നഷ്ടമുണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ധനസഹായവും ക്ഷേമ പദ്ധതികളുമാണ് പ്രതീക്ഷ. പക്ഷേ അവയൊന്നും കൃത്യമായി കിട്ടാറില്ലെന്ന പരാതിയും ഉയരുന്നു. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ട്രോളിംഗ് നിരോധനം അനിവാര്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും നിരോധന കാലത്ത് തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കാൻ കൂടുതൽ സഹായ പദ്ധതികൾ വേണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. ഈ പരാതികൾക്കും ആവശ്യങ്ങൾക്കും നടുവിൽ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തിനായുള്ള ട്രോളിംഗ് നിരോധനം കടലിന് ആശ്വാസമാകുമ്പോൾ തീരദേശ കുടുംബങ്ങൾക്ക് അത് വറുതിയുടെ ദിനങ്ങളായി മാറും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.